മാധവൻകുട്ടി വാര്യര് ഞാനാണ്. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒരു മിനിറ്റ്. എവിടെ എന്റെ കുട്ടി? ഇതിന് മാത്രം എന്ത് തെറ്റാ അവള് ചെയ്തത്? അതൊന്നും ഇപ്പൊ ആലോചിക്കണ്ട. ഞാൻ മാധവനോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ മുട്ടാളന്മാര് വാര്യത്തും പരിസരത്തും എപ്പോഴും ഉണ്ട്. ഞങ്ങൾ ഉറങ്ങിയിട്ട് എത്ര ദിവസമായി എന്നറിയോ? മാധവൻ പറഞ്ഞു സീത എന്റെ വീട്ടിലുണ്ടെന്ന കാര്യം മറ്റാരും അറിയണ്ട. ദാ ഇത് എനിക്ക് തോന്നിയോണം ഞാൻ വാങ്ങിയ ആഭരണങ്ങളാ. 50,000 ഉറുപ്പിയുണ്ട്. വിവാഹം നടക്കട്ടെ, അത് മുടങ്ങരുതെന്ന് സീതയ്ക്ക് നിർബന്ധമുണ്ട്. ഞങ്ങൾ അങ്ങോട്ടൊന്ന് വന്ന് സീത കണ്ടോട്ടെ? ഇപ്പൊ വേണ്ട. അനിയത്തിയുടെ കല്യാണം കഴിയണവരെ അവളെക്കുറിച്ച് ഒരു വിവരവും ഇല്ല എന്ന മട്ട് മതി. കുറച്ചു ദിവസം അന്വേഷിച്ചിട്ട് കാണാണ്ടാവുമ്പോ അവര് പൊക്കോളും. എന്റെ കുട്ടിയെ ഒരാപത്തും വരുത്താതെ നോക്കിക്കൊള്ളണേ. എന്റെ സംരക്ഷണയില് എന്റെ വീട്ടിൽ വെച്ച് സീതയ്ക്ക് ഒരാപത്തും സംഭവിക്കില്ല. പോരെ? നിങ്ങളുടെ ബാഗിന്റെ അടിയില് ലെതറിന്റെ ഉള്ളില് തുന്നി വെച്ചിരിക്കണു 4 ബിസ്ക്കറ്റ്. ബിസ്ക്കറ്റോ? എന്റെ ഏട്ടത്തി ഗോൾഡ് ബിസ്ക്കറ്റ്സ്. എന്നിട്ട് എനിക്കത് കൊണ്ടുവന്ന് വിറ്റുകൊടുക്കാൻ പറ്റുമോ? കല്യാണത്തിനുള്ള ആഭരണവും പണവും വീട്ടിലെത്തിക്കുകയും വേണം. ഞാനെന്ത് ചെയ്യും? അവിടെയുള്ള കാശ് കൊടുത്തിട്ടുണ്ടാവും. രഘു, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണം കേട്ടോ. ഏട്ടൻ അറിഞ്ഞാ ഞാൻ പറയണ്ടല്ലോ. പ്രശ്നം അതല്ലേ ഏട്ടത്തി. കാശ് വെറുതെ സ്വീകരിക്കാൻ അവള് തയ്യാറല്ല. അവസാനം എനിക്ക് ആ ബിസ്ക്കറ്റ്സ് എടുക്കേണ്ടി വന്നു. രഘു, നീ എന്ത് വിവരക്കേടായി കാട്ടണേ? ഇതെന്താ കുട്ടികളിയാ? ഓ, ഒന്ന് പതുക്കെ. ഏട്ടത്തിയുടെ ആ തട്ടാനെ വിളിച്ച് ഏട്ടത്തിക്കും മക്കൾക്കും എന്തെങ്കിലും പണിതിടാലോ. എനിക്ക് വേണ്ട, എന്റെ മക്കൾക്കും വേണ്ട. പണിപ്പിച്ച ലേഖയ്ക്ക് കൊടുക്ക്. അവൾ ഇതൊന്നും അറിയാൻ പാടില്ല. പ്രശ്നമായല്ലോ. ഞാനിപ്പോ ഇതുകൊണ്ട് എന്ത് ചെയ്യും? അത് എവിടെ എടുത്ത് വെച്ചേക്കണത്? ദേ എന്റെ പോക്കറ്റിലുണ്ട്. എന്റെ രഘു, നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ഏട്ടൻ ഇങ്ങോട്ട് വരട്ടെ. ഇത് പറഞ്ഞിട്ട് തന്നെ കാര്യം. കള്ളക്കടത്ത് സ്വർണം പോക്കറ്റിലിട്ടാണ്. ഞാൻ എന്താണ് രണ്ടാളും കൂടെ രഹസ്യമായിട്ട് സ്വർണത്തിന്റെ കാര്യം? ഹേയ് ഒന്നുമില്ല. പിന്നെ നീ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടല്ലേ വന്നിരിക്കണേ. ഇനി കല്യാണം കഴിയാതെ ഇവിടുന്ന് അനങ്ങാൻ പറ്റില്ല. അല്ല, എനിക്ക് ഇന്ന് തന്നെ പോണം. അവിടെ എത്തിയിട്ട് അത്യാവശ്യമുണ്ടേ. നീ പോയാ എങ്ങനെയാ? 2 ആഴ്ചയല്ലേ ഉള്ളൂ ഇനി കല്യാണത്തിന്. ഞാൻ മാത്രം ലീവ് എടുത്ത് ഓടിയാൽ നടക്കില്ല. നീ ഇവിടെ ഉണ്ടാവണം. രവിയോട് ലീവ് എടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്. 2 ദിവസം കൂടി എനിക്ക് വേണം. ഒഴിവാക്കാൻ പറ്റാത്ത ചില അത്യാവശ്യങ്ങളുണ്ട്. നെന്മാറ സ്റ്റേഷനിൽ നാളെ വന്ന് പറഞ്ഞില്ലേ നിന്നോട്? ഇല്ല, ഞാൻ അവിടുന്ന് വെളുപ്പിനെ പോന്നേ. എന്നാ പിന്നെ ഓടി ഓടി വരണത് എന്തിനാ? അത് പിന്നെ ഞാനൊരു അത്യാവശ്യത്തിന് തൃശ്ശൂര് അല്ല പാലക്കാട്ട് പോയിട്ട് മടങ്ങണ വഴിയാ. അമ്മേ, ഇങ്ങനെയായിരുന്നു 30-ാം തീയതി ആലോചിക്കണ്ട. നീട്ടണാ നല്ലത്. ഇൻവിറ്റേഷൻ അടിക്കാൻ കൊടുത്തിട്ട് ഇനി നീട്ടൊന്നും വേണ്ട. അവൻ നാളെ മറ്റന്നാളോ കാര്യങ്ങളൊക്കെ തീർത്തു വരും. അല്ലേടാ? നോക്കട്ടെ. നോക്കട്ടെ എന്നോ? നിനക്കിതെന്താ പറ്റിയേ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഏടത്തിയമ്മേ, എനിക്ക് ഊണ് വിളമ്പേ. കൊണ്ടിട്ട് ഞാൻ വേഗം പോട്ടെ. എന്നാ നീയും കൂടി ഇരിക്കടാ. മണി 12 വന്നോളാം. വണ്ടി എടുത്ത് നിക്ക്. ഒരു പ്രശ്നം ഉണ്ടായി. എന്ത് പ്രശ്നം? താൻ കേറ്. നെന്മാറ സ്റ്റേഷനിൽ ഒരു പോലീസുകാരൻ വന്നിരുന്നു. നമ്മളോട് ഉടനെ വീട്ടിലേക്ക് എല്ലാം പറഞ്ഞിരുന്നു. അതാണോ പ്രശ്നം? പ്രശ്നം അതല്ല. അയാൾ കാര്യങ്ങൾ പറഞ്ഞു ഏൽപ്പിച്ചത് ആ പെണ്ണിനോടാ. അവൾ ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോ അവൾ കിടന്നുരുണ്ടു. പണ്ടാരടങ്ങാൻ ഓരോ കുരിശുകള് വന്ന് പെടണത്. പുലിവാല് കുടിക്കാൻ ഇങ്ങനെ കുടിക്കണോ? ഇളിച്ചത് മതിയിടോ. ആഭരണങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തോ? ഓ, വാങ്ങിക്കൊടുത്തു. അമ്മാമ്മ എന്താ പറഞ്ഞേ? അമ്മാമ എന്നെ ഇരുത്തിയൊന്ന് വീശി, ഒരു പാട്ട് പാടി, ഒരു കഥയും പറഞ്ഞു. ദേ എന്നോടിപ്പോ ഒന്നും മിണ്ടാതെ കണ്ട. ആകെ പ്രശ്നമായിട്ടായി നിക്കണേ. എന്താ വീരപ്പ പറ്റിയത്? എന്റെ പൊന്നു പെങ്ങളെ, വീരപ്പ വീരപ്പ എന്നിങ്ങനെ വിളിക്കല്ലേ. എന്റെ പേര് കുഞ്ഞാലു എന്നാ. കുഞ്ഞാലു, വീട്ടിലെ വിവരങ്ങളൊക്കെ ചോദിച്ചു പറയൂ. ഇപ്പൊ ഒന്നും ചോദിക്കണ്ട, തർക്കുത്തരേ കിട്ടുള്ളൂ. ആ ചൂടൊന്നും അങ്ങോട്ട് ആരിക്കോട്ടെ. എനിക്ക് മനസ്സിന് ഒരു സമാധാനം ഇല്ല. സമാധാനക്കേടൊന്നും വേണ്ട. വേണ്ട പോലൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു കുഴപ്പമുണ്ടാവില്ല. കല്യാണം നടക്കും. എങ്ങനെയാ നന്ദി പറയണേ? ഓ, നന്ദിയൊന്നും വേണ്ടേ. സംഗതി കുഴപ്പമാവൂ. എന്ത്? ദേ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. നമ്മളിപ്പോ എന്താ സംസാരിച്ചേ? നന്ദി. മണ്ണാങ്കട്ട. എടോ, ആ പോലീസുകാരൻ വന്ന് ഇവിടെ കണ്ടത് കുഴപ്പമാവൂന്ന്. അത് ചിലപ്പോ കുഴപ്പമാവും. ഇവള് രണ്ടാമത് ഇവിടെ വന്ന് പെട്ട കാര്യം അമ്മയോട് പറഞ്ഞിട്ടില്ല. ഏട്ടത്തിയോട് ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. അമ്മയും ഏട്ടനും അറിഞ്ഞ പ്രശ്ന. അവളുടെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞ വാര്യരും മോനും വന്ന് കൂട്ടിക്കൊണ്ടിരിക്കോളും. അവര് വന്നു കൊണ്ടുപോകുന്നുള്ളേ പിന്നെ 2 ദിവസം കാര്യമല്ലേ ഉള്ളൂ. ഞാൻ ഇവിടെ നിന്നോളാം. മേനം കൂട്ടി തന്നെ പോ.
ആ ഒമേഗ ട്രാവൽസുകാര് ഇപ്പോഴും അവളുടെ പിന്നാലെ ഉണ്ട്. ഇവിടെ വെച്ചൊരു അപകടം ആ സ്ത്രീക്ക് സംഭവിച്ചൂടാ, അതെനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് 2 ദിവസം ഞാൻ ഇവിടെ ഉണ്ടായേ പറ്റൂ. ഹലോ, 4336. അതെ, കൊടുക്കാം. ആരാ? നെന്മാറ സ്റ്റേഷനിൽ നിന്ന്. അതെ, പറയടാ. ഞാൻ വന്നപ്പോ കുറച്ച് ലേറ്റായി. കല്യാണത്തിന്റെ തിരക്കില. സ്ത്രീയോ? ഇല്ല, അവൻ ഒറ്റയ്ക്കേ ഉള്ളൂ. പിന്നെ ഒരു ട്രൈബൽ പെൺകുട്ടിയുണ്ട്. കറുത്തിട്ടാ. അതാരാ ചോദിച്ചില്ലേ? കസിൻ സിസ്റ്ററോ? ശരി, ചോദിക്കട്ടെ. മാലതി, എടി മാലു, എന്താ? നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും നെല്ലിയാമ്പതിയിൽ അവന്റെ അടുത്തുണ്ടോ? ആരടുത്ത്? രഘുവിന്റെ അടുത്ത്, അല്ലാണ്ട് ആരുടെ അടുത്ത്? എനിക്കറിയില്ല. നിന്നോടൊന്നും പറഞ്ഞില്ലേ അവൻ? എന്നോട് ഒന്നും പറഞ്ഞില്ല. എന്തൊക്കെയോ അവൻ മറച്ചു പിടിക്കുന്നുണ്ട്. എന്താ? നെല്ലിയാമ്പതി പോലീസുകാരൻ ചെന്നപ്പോ അവന്റെ ബംഗ്ലാവിൽ ഒരു പെണ്ണുണ്ടായിരുന്നത്രേ. അത് അവന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ വന്നതായിരിക്കും. ഫ്രണ്ട്സോ? പെണ്ണൊരുത്തി ഒറ്റയ്ക്ക്? ചോദിച്ചപ്പോ കസിനാണത്രേ. ഏത് കസിൻ? ഇത് കസിനൊന്നുമല്ല. തത്തമംഗലത്തുനിന്ന് രമയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ എന്ന് നിന്നോട് പറഞ്ഞോ? പറഞ്ഞില്ല. എന്തുണ്ടായാലും അവൻ നിന്നോട് പറയണതല്ലേ. ഇതെന്തുകൊണ്ട് അവൻ പറഞ്ഞില്ല? കണ്ണിക്കണ്ട പെണ്ണുങ്ങളെ കൊണ്ട് താമസിപ്പിക്കാനാണ് ഒറ്റയ്ക്ക് കാട്ടിപ്പോയി കഴിയണത്. രഘുവിനെ കുറിച്ച് അങ്ങനെ പറയരുത്. അവനെ നമുക്കറിഞ്ഞൂടെ? കല്യാണത്തിന് ഇനി 2 ആഴ്ചയുള്ളൂ. നിൽക്കാൻ സമയമില്ലാത്തോലെ ഇന്ന് അവൻ ഓടിയില്ലേ? എന്തിന്? കൊണ്ടുവന്ന് പാർപ്പിച്ചേക്കുമല്ലേ. അവൻ ആ ലേഖയും വഞ്ചിക്കുമല്ലേ റാസ്കൾ. പതുക്കെ, അമ്മ ഉണരും. ഹരിയേട്ടൻ വിചാരിക്കണ പോലെ ഒന്നുമില്ല. അവൻ അങ്ങനെ ചെയ്യില്ല. പിന്നെ ആരാണോ സ്ത്രീ? എന്തിനവളെ രഹസ്യമായി കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നു? ഹരിയേട്ടൻ ദേഷ്യപ്പെടരുത്. എങ്ങനെ ഒരു സ്ത്രീ അവന്റെ വീട്ടിലൊന്ന് പെട്ടിട്ടുണ്ട്. ബന്ധുക്കളെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവരൊന്ന് കൊണ്ടുപോയിക്കോളും. അപ്പൊ നീയൊക്കെ അറിഞ്ഞിരുന്നോണ്ടാണല്ലേ? അവൻ എന്നോട് സൂചിപ്പിച്ചിരുന്നു. അല്ലാതെ അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ചെയ്യൂല്ല. എങ്കിൽ എന്നെ വിളിക്കേണ്ട കാര്യം എന്താ? ഹരിയേട്ടൻ ഇപ്പൊ പോരുത്. അമ്മ അറിയും, മറ്റു പലരും അറിയും. അറിയട്ടെ. തെറ്റ് ചെയ്തിട്ടില്ല പിന്നെ അറിഞ്ഞാലെന്താ? എനിക്കിതിന്റെ സത്യാവസ്ഥ അറിയണം, അല്ല ഞാൻ വിശ്വസിക്കില്ല. ഹരിയേട്ടൻ എന്നെ വിശ്വാസമുണ്ടോ? മാലുവിനെ എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പറയണു, നമ്മുടെ രഘു തെറ്റുകാരനല്ല. മോള് വിഷമിക്കണ്ട. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവും അവന്. എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും ഇവിടെ വന്ന സ്ഥിതിക്ക് അവിടെ ഒന്ന് വന്നിട്ട് പോകാൻ എത്ര സമയം വേണം? ഇപ്പൊ എന്നെ അത്ര ഇഷ്ടമൊന്നുമില്ല. എനിക്ക് വേണ്ട. രഘുവിനോടല്ലേ പിണക്കം? ഞങ്ങളോടൊക്കെ എന്തിനാ പിണങ്ങണേ? അവക്ക് പിണക്കൊന്നുമില്ല. നീ ഇങ്ങോട്ടാ പിടിക്ക്. പോത്ത് പോലെ വളർന്നിട്ടും കൊച്ചു കുട്ടികളെ മാതിരിയാ. ഇന്നലെ ഒരു വസ്തു കഴിച്ചിട്ടില്ല. പറഞ്ഞാ മനസ്സിലാവണ്ടേ? രഘു വന്നിട്ട് പോകുന്നു കരുതിയില്ല. ഇവിടെ കാണുന്ന വിചാരിച്ചത്. അവൻ ഇനി എന്നാ വരിക? അവനെ കൊണ്ടുവരാനാ ഏട്ടൻ പോയിരിക്കണേ, അല്ലേടി? അതെ. ഇന്നലെ വന്നുപോയ ആളെ ചെന്നു കൊണ്ടുവരണോ? നീ ഒറ്റയ്ക്കാ വന്നേ? കുട്ടികളെ എന്റെ അമ്മയും കൊണ്ടുവന്നില്ലേ? കുട്ടികൾക്ക് ക്ലാസ്സില്ലേ അമ്മേ? ഞങ്ങൾ 2 ആളും കൂടി ലീവ് എടുത്തൊന്നും ശരിയാവില്ല. മണവാട്ടി ഉണ്ടല്ലോ. എന്റെ അമ്മായി, ഞാൻ അമ്മായിയെ കണ്ടെന്ന് അഭിനന്ദിക്കാനിരിക്കായിരുന്നു. ഇപ്പോഴെങ്കിലും അമ്മായിയുടെ മനസ്സൊന്നും മാറിയല്ലോ. എന്റെ മനസ്സല്ല മാറിയത്, ഇവളുടെ മനസ്സാ. ഗവേഷണത്തിൽ നിന്ന് മാറി മാറി പോവുക. പ്രൊഫസർ കുമാരപിള്ള സാറ് പറഞ്ഞിട്ടുണ്ട്, ഈ ഗവേഷണം. അതെന്താ ഇൻവിറ്റേഷൻ കാർഡാ? അതെ.
ദേ നോക്കിയമ്മേ